ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ യാസിം സ്റ്റോറീസ്. അങ്ങനെ ഇന്ന് ഇപ്പം രാവിലെ എണീച്ച് നമ്മൾ ലിയക്കൊരു ഇഞ്ചക്ഷൻ വെക്കാണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. എവിടെയും നമ്മൾ ഹെൽത്ത് സെൻ്ററിലല്ലേ പോകണം. നമ്മളിവിടെ തൊട്ടടുത്ത് ഹെൽത്ത് സെൻ്റർ ഉണ്ട്, അവിടെ പോകുന്നത് ഇഞ്ചക്ഷൻ വെക്കാൻ. ഇതെന്തിൻ്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു? പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ 2 പ്രാവശ്യം ഒരു ഇഞ്ചക്ഷൻ അടിക്കാണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒന്നാമത്തെ ഇഞ്ചക്ഷൻ അടിച്ചാൽ നമ്മള് അപ്പൊ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇഞ്ചക്ഷൻ അടിക്കണേ കാണാം. പിന്നെ നമ്മളെ അവിടെ ഉണ്ട്, മറ്റേ ഉറങ്ങുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കാണാം. ഇഞ്ചക്ഷൻ അടിക്കാൻ പോണ ഓക്കെ. അങ്ങനെ ഇറങ്ങാണ് ഗേസ്, വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെ വരുന്നുണ്ട്, എന്ത് വരുത്തായിരുന്നു ഒന്നുമില്ല. അതിനെ പറ്റി ഇല്ലെങ്കിലോ അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം ഗേസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ലിയ OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ലിയ നിൽക്കുന്നുണ്ട്. OP ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളിവിടെ ഇരിക്കുകയാണ്. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 8 നമ്മൾ ടോപ്പ് നമ്പർ. അപ്പോൾ അതുവരെ വെയിറ്റിങ്ങിലാണ്. 8 വെയിറ്റിംഗ് ആണ്. ഇവിടെ ആകുമ്പോൾ ആരുമില്ല, നല്ല സുഖമാണ്. അടിപൊളിയാക്കി ഇങ്ങനെ ഉഷാറാണ്. ഹെൽത്ത് സെൻ്ററൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. നമ്മളൊരു പ്രൈവറ്റ് ഹെൽത്ത് സെൻ്ററുകളിലൊക്കെ പോയ പോലെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്ത് വലിയ തിരക്കൊന്നുമില്ല. നല്ല സമാധാനത്തിൽ വന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പോകാനുള്ള ഒരു ഇതിലാണ്. ലിയൻ്റെ നമ്പറായി. ലിയ അവിടെ ഇരിക്കുന്നുണ്ട്. ലിയനോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനങ്ങനെ അവിടെ എന്തൊക്കെ ചോദിച്ച് എഴുതുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇഞ്ചക്ഷൻ അടിക്കാൻ കയറി. അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഭവം എടുത്തു കഴിഞ്ഞ് ഇവിടെ കുറച്ചേരം ഇരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് അവരോട് ലിയ ഇരിക്കാൻ. ഗൈസ് ഫൈനലി വീട്ടിലെത്തി. സംഭവം എടുത്തിട്ട് എങ്ങനെയുണ്ട് ലിയ? അങ്ങനെ എടുത്ത് ഹെൽത്ത് സെന്ററൊക്കെ നല്ല സെറ്റപ്പ് ആക്കിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു എന്താക്കി ഹെൽത്ത് സെന്ററൊക്കെ നല്ല മെച്ചം വെച്ചിട്ടുണ്ട് പണ്ടത്തേക്കാളില്ലേ. നമ്മളൊരു പ്രൈവറ്റ് ഇതൊക്കെ ഉണ്ടാവില്ലേ സെന്ററുകൾ, ഹെൽത്ത് സെന്ററുകളൊക്കെ പോലെ ആക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയും സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കഴിഞ്ഞ് എന്താ പറയാനുള്ളേ? തോണിയോ? സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാ നമ്മളെ ചാനല്. ഓള് പറയട്ടെ, ഓള് പറയാൻ പറയുമ്പോ വല്യമ്മ അവിടെ ഉണ്ട്. വല്യമ്മ ചാടിയാണ്. വല്യമ്മ ചായ കുടിക്കുകയാണ്. ഇനവിടെ കളിക്കുകയാണ്. റീനു കളിക്കുകയാണ്. 2 ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്നും എത്തിയിട്ട് പിന്നെ ഇപ്പം കളിയാണ്. ക്ലാസ്സിനൊന്നും പോക്കില്ല. ഇഷയുടെ ഇഷനെ കാണില്ല. ഇഷനെ വേണ്ട, ഇങ്ങോട്ട് ഇഷനെ വേണ്ട. ഇഷമോള് നല്ല മെലിഞ്ഞിക്കണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ നല്ല ക്ഷീണിച്ച്. ഒരാഴ്ച റെസ്റ്റ്. ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഈ എന്താ പോവാത്തെ ഇന നഴ്സറിയില്? എപ്പോ പോവും?
നഴ്സറി പോണ സമയം കഴിഞ്ഞല്ലോ. ഈ എപ്പളാ പോവാ? എന്താണ് ഇതെന്താ? ഈ ഉണ്ടാക്കിയാണ്. അടിപൊളി അടിപൊളി. ഉമ്മ മീൻ മുറിക്കലാണ്. ഇന്നെന്താ മീന്? സീഡി അല്ലോ. സീഡി ഇതാണ് സീഡി. ആ ആന ചവിട്ടിയോ? എന്ത്? ആരോട്? ഇത് സീഡി. സീഡി പിന്നെന്താ? കിളിമീനോ? പിന്നെ അതിന് പറയല് കിളിമീൻ എന്ന് പറയും. എല്ലാരും പൊട്ടത് പുറത്ത് എല്ലാരും പറയല് കിളിമീൻ എന്ന് അറിയില്ല. ഇവിടെ നമ്മള് പിയാപ്പിളക്കോരാന്ന് പറയും. സീഡി പിയോട്ടിക്കോര ഉണ്ടാവില്ലേ? കൈ വെട്ടിയോ മുറി? ഫസ്റ്റ് വെള്ളം എങ്ങനെ കളയേ പോയോക്കട്ടെ. അപ്പൊ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ കുരിപ്പ് എന്താ സാധനം ചൂടാക്കും. അപ്പൊ എന്താ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ ബൈ ബൈ.